കൊച്ചു വെച്ചിട്ട് ഞണ്ട് കിട്ടി. ദേ ചേട്ടൻ വല ഇട്ടപ്പോളേ കായല് ഞണ്ട് വന്നിട്ടുണ്ട്. കറിക്കൊന്നുമില്ലേ? ഒരു കഷ്ണം വല നീട്ടാൻ പാടില്ലേ? കായല് ഞണ്ട് വന്നിട്ടുണ്ടല്ലോ ഇഷ്ടംമാതിരെ. ഇച്ചിരി പേലെന്ന് പോയി മോനെ. എവിടെ പോയതാണോ? ആ ഇന്നും മുള്ളനാ? പിന്നെ നീ ഇവിടെ വല്ല മീൻ മേടിച്ചു വെച്ചിട്ടുണ്ടോ വേറെ കറി വെക്കാൻ? ഞണ്ട് ഇവിടെ മാത്രം മുള്ള. ഇന്നലെ തിന്ന മുള്ളന്റെ മുള്ള ഇപ്പോഴും എൻ്റെ തൊണ്ടേ കിടപ്പുണ്ട്. അതെ, മീൻ കാണുമ്പോൾ ആക്രാന്തം കഴിക്കുമ്പോൾ ഓർക്കണം മുള്ളൊക്കെ തൊണ്ടേ കെട്ടുവന്ന്. ആരായി പറയണ? കഴിഞ്ഞ ദിവസം ചിക്കൻ കാല് തൊണ്ടേ കെട്ടിയ ആളാണ് എന്നെ പറഞ്ഞു തന്നത്. സാധനം എവിടെയും വെക്കാൻ പാടില്ല, അതങ്ങനെ നശിപ്പിച്ചാ. ഈ കയറാരാ പൊട്ടിച്ചളഞ്ഞ? പിന്നെ എനിക്ക് കയറ് പൊട്ടിക്കലല്ലേ ജോലി. അച്ചാമ്മയിരിക്കും, അച്ചാമ്മഴ കെട്ടാൻ വേണ്ടി എടുത്തിട്ടുണ്ടാകുമായിരിക്കും. എന്നിട്ട് ഇപ്പൊ ഈ കയറ് എവിടെ നിന്നാ? ഞാൻ അഴ പൊട്ടിച്ചെടുത്തത് അവിടുത്തെ. നിന്നെ കൊണ്ട് തോറ്റല്ല നീ. ഒരു കയറ് കൊണ്ട് ഒരു അഴവ് കെട്ടാൻ പോലും സമ്മതിക്കല. ഓടിച്ചെന്ന് അത് അഴിച്ചെടുത്തിരിക്കും. പിന്നെ ആ പറമ്പിൽ നിറച്ച അഴയാണ്, അഴമുട്ടിന് നടക്കാൻ മേലപ്പോഴാണ്. മീൻ ഇവിടെ കൊണ്ടുവന്നേ. പിന്നെ ഇവിടെ കൊണ്ടുവരേ. നീ ഒരു മീൻ കുറച്ച് തരുള്ളൂ, നീ നോക്കിക്കോ. എനിക്ക് ആ മീൻ വേണ്ട. ഉച്ച കിടന്ന് കളിക്കാണ് കിടന്നുണ്ട്. ഇപ്പം തന്നെ പിടിച്ചോണ്ട് വരും. പോയി കുത്തിരുന്നിട്ട് ചെയ്യാൻ. എന്താ ഞണ്ട് കിട്ടിയില്ല? ഞാനവിടുത്തെ ഇപ്പോൾ 1 കിലോത്തിന് ഞണ്ടും പിടിച്ചോണ്ടോടി വരുമായിരിക്കും. ഈ മീൻ മുഴുവൻ എനിക്ക് തിന്നല്ല. ഇനിയുള്ള മീൻ വേണ്ടല്ല. തൻ്റെ മീൻ താൻ എടുത്തിട്ടുണ്ട്. കിട്ടിയാ? എന്തോ പറഞ്ഞായിരുന്നല്ല. എന്ത്? അച്ഛാമ്മ ഇതിനെ എടുക്ക്. ഇത് കുറച്ച് പോണത്. എടുക്കെടുക്കെടുക്ക്. ഇപ്പുറത്ത് വന്നെടുക്ക്. യോ പൊന്നെ ഇവിടെ വാ. അവിടെ പിടിക്കല്ലേ? ഓക്കെ.
എന്നാ ഒരെണ്ണം കൂടി പിടിക്ക്. ഇതെന്താ ഇവന് വറുത്ത് കൊടുക്കാൻ പറ്റില്ലേ? ഇതങ്ങോട്ട് കെട്ടിയിടടി, വെള്ളത്തിടുമ്പോൾ അരപ്പ് പോവും. നിന്നേടെ ആര് പറഞ്ഞു ഇവിടെ ഞണ്ടുള്ള കാര്യം? ഇതൊക്കെ എനിക്കറിയാം. ഈ രണ്ടുപേരെ സമയമൊക്കെ എനിക്കറിയാം. ആരോ പറഞ്ഞു കാണും, അത് കേട്ടണ്ടാണ് ഇട്ടേക്കണം. അച്ചാമ്മേ കറി വെക്കല്ലേ, ഇത് ഒരെണ്ണം കൂടി ഉണ്ട്. എന്നാ ഇതും കൂടിയേ പൊട്ടിച്ച് കറി വെക്കാം നമുക്ക്. 4 മുളകിട്ടത് കൂടി അവിടെ ഇരിപ്പുണ്ട്. ഇതൊക്കെ പൊക്കിലായിരുന്നു, വറുത്ത തരൂല അത് ഇത്. ഓ ഞാൻ തമാശ പറഞ്ഞല്ലേ. ഇനി നേരം വൈകി, അല്ലെങ്കിൽ ഉച്ചക്ക് പട്ടിണി കിടക്കണ്ടേ. എടി ഞണ്ട് കറി എങ്ങനെ വെച്ചാലും ടേസ്റ്റാണ്. ഞണ്ടുണ്ട് 2 കറി വേണ്ടെന്ന് പെട്ടെന്ന് റെഡിയായി. ആ രണ്ടും കൂടി എടുത്തു. ഇടാക്കട്ടെ. അല്ല നിന്നേടെ ആര് പറഞ്ഞടി ഞണ്ട് വന്ന കാര്യം? അത് ഞാനിയാണ്ട് വന്നൊഴിക്ക് മിനി ചേച്ചി അപ്പുറത്തെ ചേച്ചിനോട് പറയണെങ്കിൽ. എനിക്കും അത് തോന്നി. പിന്നെ മകളെവിടെയെങ്കിലും പോയാൽ പിന്നെ മറ്റുള്ളവർ അടുക്കള വാതിക്കലും ഇതൊക്കെ തിരക്കറിഞ്ഞല്ലേ വരുള്ളൂ. ചമ്മയുടെ സ്വഭാവം കണ്ടല്ലേ പഠിക്കുന്നത്. ഞാനല്ലേ പിടിച്ചത്. ഈ ഞണ്ടിനുള്ള കുറവ് നീ പിടിച്ചതോ? സൂപ്പറായിട്ടുണ്ട്. ഞാനെങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ ഇല്ലേ അച്ചാമ്മ മുള്ളനും കൂടി തിന്നേണ്ടി വന്നേനെ.
അതിന് എനിക്കും മുള്ളനെ ഇഷ്ടമാണ്. ആ ആളാണ് ആ പെരട്ട് വെച്ച മീൻ എനിക്ക് എടുത്ത് തന്നത്. അത് നിനക്ക് ഇഷ്ടമാണെന്ന് ഓർത്തിട്ടാണ്. ഉവ്വ. പക്ഷെ ഒരു കാര്യമാണ്, ഞാൻ പിടിച്ച ഞണ്ടാണെന്നും പറഞ്ഞ് ആ തൊണ്ടങ്ങാനും നോക്കി കഴിച്ചേക്കണം. ആ തൊണ്ട കിട്ടിയെന്ന് പറഞ്ഞ് ഇവിടെ കിടന്നൊന്നും പറയരുത്. എടി മറ്റേ ഞണ്ടുപള്ളി നോക്കിയാ? ഇല്ല. ആ വറക്കാൻ വെച്ചേക്കണ മീനെടുത്ത് നമുക്ക് രാത്രി ഇടാം, ഞണ്ട് കിട്ടിയാൽ. ഓ പിന്നെ ഞണ്ട് കിട്ടിയ കാരണം ഇനി രാത്രി മൊത്തം അതിന്റെ പുറകെ ആയിരിക്കും വെച്ചാ. നാളെ വല്ലാതെ നോക്കാം. എനിക്ക് ഉറന്നുറങ്ങും.